ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ബ്രെഡ് പുഡിംഗ് ആണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? 1 ലിറ്റർ പാലാണ് കേട്ടോ. ഞാൻ ഇന്നിവിടെ ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം പാല് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂണ്. അത് ഞാൻ കുറച്ച് പാലൊഴിക്കുകയാണ്. പാലും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇതേ രീതിയിൽ വേണം കുറുക്കിയെടുക്കാനായിട്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് 3 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പഞ്ചസാരയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേ രീതിയിൽ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ എടുത്തേക്കുന്ന ഫ്രഷ് ക്രീമാണ് കേട്ടോ, അമൂലിൻ്റെ. ഇനി നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ മിൽക്ക് മെയ്ഡോട് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 വശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 4 വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഗ്ലാസിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ ബ്രെഡിൻ്റെ പീസ് ഓരോന്ന് വച്ചു കൊടുക്കാം. നമുക്ക് മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം. സൈഡിൽ കുറച്ച് സ്പേസ് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ച് വെച്ച് കൊടുത്തത് കേട്ടോ. പാത്രം ഈ ബൗൾ ചെറുതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മിക്സിങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബദാം മോഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്കൊരു ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കിയത്. ഇനി നമുക്കിത് 2-3 മണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ ശേഷം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്സ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.